പ്രിയ ഉദ്യോഗാർത്ഥികളെ, പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി 500 ക്ലറിക്കൽ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഒരു വലിയ അവസരമാണ്. വിദ്യാഭ്യാസ സമ്പന്നരായ ഉദ്യോഗാർത്ഥികൾ ഏവരും അപ്ലൈ ചെയ്യുക. അതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. 500 വേക്കൻസിക്കാണ്. അതിൽ കേരളത്തിൽ 35 വേക്കൻസി ഉണ്ട്, തമിഴ്നാട്ടിൽ 35 വേക്കൻസി ഉണ്ട്. ഇത് രണ്ടും പ്രത്യേകിച്ച് പറയുന്നത് ICDയിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല ശതമാനം പേരും മലയാളികളും തമിഴന്മാരുമാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് അത് പറയുന്നത്. ടോട്ടൽ 500 വേക്കൻസിയാണ്. ഇതിൻ്റെ അപേക്ഷ ഒക്ടോബർ 24, അതായത് നാളെ മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒക്ടോബർ 24, 2024 മുതൽ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 11, 2024. എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ അവസാന നിമിഷത്തെ നെട്ടോട്ടം ഒഴിവാക്കുക. അവോയ്ഡ് ദ ലാസ്റ്റ് മിനിറ്റ്സ് റഷ്. ഷൂട്ട് യുവർ ആപ്ലിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്, ഫേസ് 1 ആൻഡ് ഫേസ് 2. ഫേസ് 1 പരീക്ഷ നടക്കാൻ പോകുന്നത് നവംബർ 30 അതൊരു പ്രിലിമിനറിയാണ്, അതൊരു എലിമിനേഷൻ ടെസ്റ്റാണ്. അതിൽ വിജയിക്കുന്നവർക്ക് മെയിൻസ് പരീക്ഷ എഴുതാം. 28-12 ഡിസംബർ മാസം 28 രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്നത്. ക്ലറിക്കൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് ഇൻ്റർവ്യൂ ഇല്ല. മെയിൻസ് പരീക്ഷ പാസ്സാകുകയാണെങ്കിൽ യു ഗെറ്റ് എ ജോബ് കാർഡ്. സോ ദാറ്റ് ഈസ് ഇറ്റ്സ് സ്പെഷ്യാലിറ്റി. ക്ലറിക്കൽ എക്സാമിനേഷന് ഇൻ്റർവ്യൂ ഇല്ല. നിങ്ങൾ മെയിൻസ് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് കാർഡ് കിട്ടി. അപ്പോൾ 2025 തുടക്കത്തിൽ തന്നെ ഒരു പൊതുമേഖലാ ജോലി കിട്ടാനുള്ള ഒരു സുവർണ അവസരമാണ്. ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. ഇനി പരീക്ഷയുടെ മറ്റ് വിശദവിവരണം. ഏജ് എന്ന് പറയുന്നത് 21-30. 21 വയസ്സ് മിനിമം, 30 വയസ്സ് മാക്സിമം. അതുതന്നെ 1-10-24. ഒക്ടോബർ 1 21 വയസ്സ് തികയണം, 30 വയസ്സ് തികയാനും പാടില്ല. റിസർവേഷൻ ഫെസിലിറ്റി, റിസർവേഷൻ ഉണ്ട്. റിസർവ്ഡ് കാറ്റഗറീസിന് OBC, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, എക്സ് സർവീസ്മെൻ ഇവർക്കെല്ലാം ഗവൺമെൻറ് പറയുന്ന റിസർവേഷനുണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറുക. അതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് നിങ്ങളൊരു ഡിഗ്രി പാസ്സായിരിക്കണം. മാർക്കൊന്നും എത്ര ശതമാനം എന്നുള്ളതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം. അത് 1-10-2024 ഒക്ടോബർ 1 1-10-2024 അതായത് 2024 ഒക്ടോബർ മാസം 1 നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ, യു ക്യാൻ റൈറ്റ് ദ എക്സാമിനേഷൻ. സോ ഷൂട്ട് യുവർ ആപ്ലിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. ഇനി പരീക്ഷയെക്കുറിച്ച്. ഫേസ് 1 എന്ന് പറയുന്നത് ഒരു 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇതെല്ലാം ബാങ്ക് പരീക്ഷകൾ പോലെ തന്നെയാണ്. ബാങ്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള പരീക്ഷയാണ് ഈ ഇൻഷുറൻസ് പരീക്ഷയും. 30 ചോദ്യം 30 മാർക്ക്, ഇംഗ്ലീഷ് റീസണിങ് 35 ചോദ്യം 35 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യം 35 മാർക്ക്. സോ ടോട്ടൽ 100 ചോദ്യം 100 മാർക്ക്. അതിന് ഓരോ സബ്ജക്റ്റിനും 20 മാർക്കിൻ്റെ ഡിവിഷനുണ്ട്. ഓവർലാപ്ഡ് ടൈം അല്ല, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൻ്റെ ടൈം അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 60 മിനിറ്റാണ് ഈ പരീക്ഷ. ഇനി മെയിൻസ് പരീക്ഷ, അത് നമ്മൾ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന മെയിൻസ് പരീക്ഷയാണെങ്കിൽ റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ജനറൽ അവെയർനെസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ടോട്ടൽ 200 ചോദ്യം 200 മാർക്ക്. എല്ലാം 40 ചോദ്യങ്ങളാണ് ഓരോ വിഭാഗത്തിൽ നിന്നും, ഓരോന്നിനും 40 മാർക്ക് വെച്ചാണ്. ഇതിനും ടൈം ഡിവിഷനുണ്ട്. എല്ലാത്തിനും ഇത് ഇംഗ്ലീഷ് റീസണിങ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി എന്നിവയ്ക്ക് 30 മിനിറ്റ് വെച്ചും ജനറൽ അവെയർനെസ്സിനും കമ്പ്യൂട്ടർ നോളജിനും 15 മിനിറ്റും വെച്ചാണ്. അപ്പോൾ ടോട്ടൽ 120 മിനിറ്റ്, 2 മണിക്കൂർ സമയം. നന്നായി പഠിക്കുക. നന്നായി പഠിക്കുന്നവർക്കുള്ള പരീക്ഷകളാണ് മത്സര പരീക്ഷകൾ. വളരെ പ്രതീക്ഷയോടെ പഠിക്കുക, അങ്ങനെയുള്ളവർക്ക് വിജയം വരും. ജനറൽ അവെയർനെസ്സൊക്കെ ഒരു 4-5-6 മാസം മുമ്പുള്ളതേ ഇപ്പോഴേ പ്രിപ്പയർ തുടങ്ങുക. നമുക്കിതൊക്കെ മെയിൻസ് പ്രിലിംസ് പാസ്സായിട്ട് പഠിക്കാമെന്ന് ചിന്തിക്കരുത്. നന്നായിട്ട് പഠിക്കുക. അപേക്ഷ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക. ആത്മാർത്ഥതയോടെ പഠിച്ചു തുടങ്ങുക. ഇനി ഇപ്പോൾ 1-2 ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ വിളിക്കും. 4 പേരെണ്ണമുണ്ട്, 4 പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അവരൊക്കെ ഉടനെ വിളിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലറിക്കലും ഓഫീസേഴ്സും വിളിക്കും. അപ്പോൾ ഒറ്റ പ്രിപ്പറേഷനിൽ തന്നെ ഇത്രയും എക്സാമിനേഷനാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. പക്ഷേ വിജയത്തിലേക്ക് ചുവന്ന പരവതാനിയില്ല. നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ വിജയം നേടാനാകൂ. നല്ലതുപോലെ ശ്രദ്ധയോടെ പഠിക്കുക. നല്ലത് വരട്ടെ.